നമസ്കാരം. മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സലിനകത്ത് വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ചുരുക്കി ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ ടൈറ്റിൽ ബാർ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മെനു ബാർ, അതിനകത്ത് വരുന്ന ടൂൾസ്, പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ പറഞ്ഞത് ഫോർമുല ബാറാണ്. ഫോർമുല ബാറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു നെയിം ബോക്സ് ഉണ്ട്. നെയിം ബോക്സിൽ എന്താണ് വരുന്നതെന്ന് പറഞ്ഞാൽ കറൻ്റ്ലി ആക്റ്റീവായിട്ടുള്ള സെല്ലിൻ്റെ നെയിമും, അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോർമുല ബാറിൽ ഈ ഭാഗത്ത് വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെല്ലിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ ആയിരിക്കും ഫോർമുല ബാറിൽ വരുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നെയിം ബോക്സിൽ എന്താണ് വരുന്നതെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മുടെ സ്ക്രീനാണ് നമ്മുടെ വർക്ക് സ്പേസ് അല്ലെങ്കിൽ വർക്ക് ഏരിയ ആണ്. നമ്മൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ടേബിൾ ലേഔട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ റോസ് ആൻഡ് കോളംസ് ഉണ്ട്. കോളം നെയിംസ് എന്ന് പറയുന്നത് ABCD എന്നും റോ നെയിംസ് എന്ന് പറയുന്നത് 1 2 3 എന്നുമാണ്. പിന്നെ ഒരു കോളവും റോയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പാർട്ടിനെ സെൽ എന്നാണ് പറയുന്നത്. ഓരോ സെല്ലിനും ഓരോ അഡ്രസ്സ് ഉണ്ട് അല്ലെങ്കിൽ സെൽ നെയിം ഉണ്ട്. ആ സെല്ലിൻ്റെ നെയിം എന്ന് പറയുന്നത് ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കോളത്തിൻ്റെയും റോയുടെയും നെയിം ചേരുന്നതാണ്. അതായത് A എന്ന് പറയുന്ന കോളവും 1 എന്ന് പറയുന്ന റോയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സെല്ലിൻ്റെ നെയിം എന്ന് പറയുന്നത് A1 ആണ്. ഇതും മറന്നുപോലെ സെല്ലിൻ്റെ നെയിം ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. 1A A1 അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ എന്താണ്, ആദ്യമേ കോളത്തിൻ്റെ നെയിമും പിന്നീടാണ് റോയുടെ ആ നമ്പറും വരുന്നത്. ഇനി നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞു ബൈ ഡീഫോൾട്ടായിട്ട് ഒരു എക്സലിനകത്തുള്ളൊരു ഫയലിനെ പറയുന്ന പേര് വർക്ക് ബുക്ക് എന്നാണ്. അപ്പോൾ ബുക്കിനകത്ത് സാധാരണ ഷീറ്റുകൾ ഉള്ളതുപോലെ തന്നെ എക്സലിൻ്റെ ഒരു വർക്ക് ബുക്കിനകത്തും ഷീറ്റുകളുണ്ട്. ബൈ ഡീഫോൾട്ടായിട്ട് 3 ഷീറ്റുകളാണുള്ളത്. നമുക്കിവിടെ കാണാം. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറയുന്നത് താഴെ കാണാം. 3 ഷീറ്റുകളാണ്. ഇനി നമുക്ക് ആവശ്യാനുസരണം ഇഷ്ടംപോലെ എത്ര ഷീറ്റുകൾ വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ പറയാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ആണ്. അപ്പം മിനിമം സൂം സൈസ് എന്ന് പറയുന്നത്, പിന്നെ ഇവിടെ ഒരു വ്യൂ ബട്ടൺ ഉണ്ട്. പിന്നെ എക്സലിനകത്ത് മിനിമം സൂം സൈസ് എന്ന് പറയുന്നത് 10% ആണ്. കണ്ടോ, മാക്സിമം സൂം എന്ന് പറയുന്നത് 400% ആണ് മാക്സിമം സൂം. നമ്മൾ വേഡിനകത്ത് പഠിച്ചിരുന്നു. വേഡിനകത്ത് പറഞ്ഞത് മിനിമം സൂം എന്ന് പറയുന്നത് 10%, മാക്സിമം എന്ന് പറയുന്നത് 500% എന്ന് പഠിച്ചു. പക്ഷേ എക്സലിനകത്ത് വ്യത്യാസമുണ്ട്. എക്സലിനകത്ത് മാക്സിമം എന്ന് പറയുന്നത് 400% ആണ്. തിരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഹോം ടാബ് തൊട്ട് നോക്കാം. വേഡിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കണക്ക് ഹോം ടാബ് മുതൽ നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടാബ് എന്ന് പറയുന്നത് ഏതാണ്? ഹോം ടാബ് ആണ്. പിന്നെ ഇതാണ് നമ്മുടെ ഓഫീസ് ബട്ടൺ എന്ന് പറയുന്നത്. ഓഫീസ് ബട്ടണിലുള്ള ഓപ്ഷൻസ് ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, സേവ്, സേവ് ആസ്, പ്രിന്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ്. ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ഇതെല്ലാം നമ്മൾ വേഡിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഹോം ടാബിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക് തന്നെയാണ്. വേഡിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഇതിനകത്തുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ക്ലിപ്പ് ബോർഡ് ബ്ലോക്കിൽ ഏതൊക്കെയാണ്? കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിൻറ്റർ. ഇതൊന്നും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട്. കട്ട് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരിടത്ത് നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് യൂസ് ചെയ്യുക. കോപ്പി എന്ന് പറഞ്ഞാലാണ് ഒരു പ്ലേസിലുള്ളത്, അത് ഒറിജിനൽ പൊസിഷനിലും കാണും, നമ്മൾ മൂവ് ചെയ്യുന്ന പൊസിഷനിലും കാണും. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കട്ട് ചെയ്തതിനെയോ കോപ്പി ചെയ്തതിനെയോ പേസ്റ്റ് ചെയ്യാനാണ് പേസ്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഫോർമാറ്റ് പെയിൻറ്റർ ആണ്. ഫോർമാറ്റിങ്ങിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഫോർമാറ്റിംഗ്, കളർ കൊടുക്കുക, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ അങ്ങനെയുള്ള ഫോർമാറ്റിങ്ങിനെ അതുപോലെ മറ്റൊരു ടെക്സ്റ്റിലേക്ക് പ്ലേസ് ചെയ്യാനാണ് ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് ക്ലിപ്പ് ബോർഡ് ബ്ലോക്കിലുള്ളത്. പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഫോണ്ട് ഗ്രൂപ്പാണ്. ഫോണ്ട് ഗ്രൂപ്പിൽ വരുന്നത് ഫോണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ഉണ്ട്, ഗ്രോ ഫോണ്ട് ഉണ്ട്, ഷ്രിങ്ക് ഫോണ്ട് ഉണ്ട്, ബോൾഡ് ഉണ്ട്. ബോൾഡിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+B. ഇറ്റാലിക് ഉണ്ട്, Ctrl+I ആണ് ഷോർട്ട് കട്ട് കീ. അണ്ടർലൈൻ ഉണ്ട്, Ctrl+U ആണ് ഷോർട്ട് കട്ട് കീ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബോർഡർ ആണ്. ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിന് ബോർഡർ കൊടുക്കാൻ. ഇപ്പോൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ബോർഡർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ, ബോട്ടം ബോർഡർ, ടോപ്പ് ബോർഡർ, ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ, നോ ബോർഡർ, ഓൾ ബോർഡർ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ബോട്ടം ബോർഡർ മാത്രം മതിയെങ്കിൽ ബോട്ടം ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ആ ഒരു സെല്ലിന് ബോട്ടം, താഴെ മാത്രം ബോർഡർ വന്നു. ഇനി നമ്മൾ വേറൊരു സെല്ലിന് നമുക്കിപ്പോൾ
എന്താ ഔട്ട്സൈഡ് ബോർഡർ ഫുള്ള് ചുറ്റിലും ബോർഡർ വേണമെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് ബോർഡർ കൊടുക്കുക. കണ്ടോ? ഇതേപോലെ നമുക്ക് നമ്മുടെ സെല്ലിന് എന്ത് കൊടുക്കാം? ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഫിൽ കളറാണ്. നമ്മുടെ സെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാം? കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. അത് ഇവിടെ ഒരുപാട് കളറുണ്ട്. സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ സെല്ലിൽ ആ ഒരു കളർ ഫില്ലാകും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണ്ട് കളറാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൽ നിന്നും ഏത് കളറാണോ വേണ്ടത് ആ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റിൻ്റെ കളറ് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഫോണ്ട് ഗ്രൂപ്പിനകത്ത് വരുന്നത്. അപ്പോൾ ആദ്യമേ ഹോം ടാബിൽ വരുന്നത് ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക്, ഫോണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻറ്റിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ സൈസ് കൂട്ടിക്കാം. ഇപ്പോൾ കാണാതിരിക്കുമല്ലോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻറ്റ് പറയുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞോട്ടെ. നമുക്കിപ്പോൾ ഒരു കോളം ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളം സെലക്ട് ആവും. ഇപ്പം ബി എന്ന് പറയുന്ന കോളമാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ഓരോ കോളവും നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ റോ ആണെന്നുണ്ടെങ്കിൽ ആ റോ നമ്പറുള്ള ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റോ ഫുള്ളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം നോക്കി, ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ഈ ഒരു കോളത്തിന് പുറത്ത്, ഈ സെല്ലിന് പുറത്താണ് ആ ടെക്സ്റ്റ് പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മൗസ് ഇവിടെ വെച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ റോയുടെ സ്പേസ് നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റോയുടെ സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. ഇപ്പോൾ ഇനി നമ്മൾ അലൈൻമെൻ്റ് ആണ് പറയാൻ പോകുന്നത്. അലൈൻമെൻറ്റിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് അലൈനാണ്. അതായത് നമ്മൾ ഈ ഒരു സെല്ലിനകത്ത് ഇപ്പോൾ താഴെയാണ് ഈ ഒരു ടെക്സ്റ്റ് വന്നേക്കുന്നത്. ഇത് നമുക്ക് മുകളിൽ ആ ഒരു ടെക്സ്റ്റ് മുകളിൽ പോകണം. കണ്ടോ? ടോപ്പ് അലൈൻമെൻറ്റ് കൊടുത്തപ്പോൾ ആ സെല്ലിൻ്റെ മുകളിൽ പോയി. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മിഡിൽ അലൈനാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെല്ലിൻ്റെ മിഡിലായിട്ട് വരും. അടുത്ത എന്തായിരിക്കും? ബോട്ടം അലൈനാണ്. നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ബോട്ടം പാർട്ടിൽ പോകും. പിന്നെ നമ്മുടെ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെഫ്റ്റ് അലൈൻ ഉണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് അലൈൻ തന്നെയാണ്. അതുപോലെ തന്നെ സെൻറ്റർ അലൈൻ ഉണ്ട്, റൈറ്റ് അലൈൻ ഉണ്ട്. അതായത് ആ ഒരു സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, സെൻറ്ററിൽ, റൈറ്റിൽ ഇങ്ങനെ നമുക്ക് ആ ടെക്സ്റ്റിനെ അലൈൻ ചെയ്യാം. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓറിയൻറ്റേഷൻ ആണ്. ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് ടെക്സ്റ്റിനെ കൊടുക്കാൻ പറ്റും. ഇതിൽ ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഉണ്ട്, ആംഗിൾ ക്ലോക്ക് വൈസ് ഉണ്ട്, വെർട്ടിക്കൽ ടെക്സ്റ്റ് ഉണ്ട്, റൊട്ടേറ്റ് ടെക്സ്റ്റ് അപ്പ് ഉണ്ട്, റൊട്ടേറ്റ് ടെക്സ്റ്റ് ഡൗൺ ഉണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ടെക്സ്റ്റിനെ അലൈൻ ചെയ്യാം. അതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നോക്കിയേ, കൗണ്ടർ ക്ലോക്ക് വൈസ് കൊടുത്തപ്പോൾ ഇതേപോലെ ടെക്സ്റ്റ് വന്നു. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ ക്ലോക്ക് വൈസ് ആണ്. കണ്ടോ? അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ടെക്സ്റ്റ് ആണ്. അപ്പം വെർട്ടിക്കൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് പോകും. നമുക്ക് ഈ ഒരു ഇത് ചേഞ്ച് ചെയ്താൽ അറിയാൻ പറ്റും. കാണിച്ചു തരാം. കണ്ടോ? ഇതേ രീതിയിൽ താഴോട്ട് അലൈൻ ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ടെക്സ്റ്റ് അപ്പാണ്. അതായത് മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ടെക്സ്റ്റ് ഡൗൺ ആണ്. കണ്ടോ? താഴേക്ക് എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ ഫോർമാറ്റ് സെൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഫോർമാറ്റ് സെൽ അലൈൻമെൻറ്റ് ഡയലോഗ് ബോക്സ് ആണ് വരുന്നത്. ഇതിനകത്തുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നമ്മുടെ ഫോർമാറ്റ് സെല്ല് ഡയലോഗ് ബോക്സിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്പർ ഉണ്ട്, അലൈൻമെൻ്റ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, ബോർഡർ ഉണ്ട്, ഫില്ലുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അത് ഓർത്തിരിക്കുക. ഫോർമാറ്റ് സെല്ല് ഡയലോഗ് ബോക്സിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്പർ, അലൈൻമെൻറ്റ്, ഫോണ്ട്, ബോർഡർ, ഫില്ല്, പ്രൊട്ടക്ഷൻ. ഇത്രയും ഓപ്ഷൻസ് ആണ് ഫോർമാറ്റ് സെൽസിനകത്ത് വരുന്നത്. ഇനി നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്പറിനകത്ത് വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനറൽ ഉണ്ട്, നമ്പർ ഉണ്ട്, കറൻസി ഉണ്ട്, അക്കൗണ്ടിങ്, ഡേറ്റ്, ടൈം, പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, സയൻറ്റിഫിക്, ടെക്സ്റ്റ്, സ്പെഷ്യൽ, കസ്റ്റം. ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്പറിൽ വരുന്നത്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എന്താണ്, ഓറിയൻറ്റേഷനാണ്. ഓറിയൻറ്റേഷൻ എന്താ ടെക്സ്റ്റിൻ്റെ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഉള്ളത് ഈ ഓപ്ഷൻസ് മനസ്സിലാക്കുക. ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഉണ്ട്, ആംഗിൾ ക്ലോക്ക് വൈസ് ഉണ്ട്, വെർട്ടിക്കൽ ടെക്സ്റ്റ് ഉണ്ട്, റൊട്ടേറ്റ് ടെക്സ്റ്റ് അപ്പ് ഉണ്ട്, അതുപോലെ തന്നെ റൊട്ടേറ്റ് ടെക്സ്റ്റ് ഡൗൺ ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. പിന്നെ നമ്മുടെ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻഡൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻഡൻറ്റും ഉണ്ട്. അപ്പോൾ ഡിക്രീസ് ഇൻഡൻറ്റും ഇൻക്രീസ് ഇൻഡൻറ്റും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, വേർഡിനകത്ത് നമ്മൾ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻഡൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരുന്നു, നമ്മുടെ മാർജിൻ അല്ലെങ്കിൽ ഇൻഡൻറ്റേഷൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് ഓപ്ഷനാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻഡൻറ്റ്. ഇപ്പോൾ ഇൻക്രീസ് ഇൻഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡൻറ്റ് ചെയ്യും എങ്ങോട്ടാണ്, നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഇൻഡൻറ്റ് ചെയ്യും. ഇനി നമ്മൾ ഡിക്രീസ് ഇൻഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിനകത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഡിക്രീസ് ആൻഡ് ഇൻക്രീസ് ഇൻഡൻറ്റ്. ഇനി ഈ അലൈൻമെൻറ്റിൽ വരുന്ന മെയിനായിട്ടുമുള്ള രണ്ട് ഓപ്ഷൻസ് ഉള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റാപ്പ് ടെക്സ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ മേർജ് ആൻഡ് സെൻറ്ററും ഉണ്ട്. ഈ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്തു, അത് നമുക്കിപ്പോൾ ആ ഒരു സെല്ലിന് വെളിയിലേക്ക് പോകുന്ന ടെക്സ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്തു, പക്ഷേ അത് ഈ സെല്ലിന് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കണ്ടോ, ഇങ്ങോട്ടുള്ള ഇപ്പം ഒരു സെല്ലിനകത്തല്ല നിൽക്കുന്നത്, പുറത്തോട്ടാണ് ഇത് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിനെ നമ്മുടെ ഈ ഒരു സെല്ലിനകത്ത് തന്നെ പ്ലേസ് ചെയ്യണമെങ്കിലാണ് നമ്മൾ റാപ്പ് ടെക്സ്റ്റ് ഫീച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം നമ്മളിവിടെ റാപ്പ് ടെക്സ്റ്റ് കൊടുക്കുക. റാപ്പ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സെല്ലിൻ്റെ ഇത്രയും വിഡ്ത്തിനകത്ത് ഇതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ടെക്സ്റ്റിനെ ആ ഒരു സെല്ലിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന ഇതിനെയാണ് നമ്മൾ റാപ്പ് ടെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ അലൈൻമെൻറ്റിൽ വരുന്ന അടുത്ത ഓപ്ഷൻ മേർജ് ആൻഡ് സെൻറ്റർ ആണ്. മേർജ് ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഹെഡിങ് എന്തെങ്കിലും ഇവിടെ കൊടുക്കണം, അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ടെക്സ്റ്റ് ഇത്രയും സെല്ലുകളെ ഒറ്റ സെല്ലാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേർജ് ആൻഡ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ സെല്ലുകളെയാണോ നമ്മൾ മേർജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒന്നിച്ചാക്കേണ്ടത് അത്രയും സെല്ലുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം മേർജ് ആൻഡ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇത് ഇത്രയും ഒറ്റ സെല്ലായിട്ട് മാറി. ഇവിടെ ഒരു സെല്ലുണ്ട്, അടുത്ത ഈ സി എന്ന് പറയുന്ന സെല്ല് അതിപ്പോൾ ഇല്ല, സി മുതൽ ജി വരെയാണ് ഒറ്റ സെല്ലായിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ മേർജ് ആൻഡ് സെൻറ്റർ, ഇനി നമ്മളിവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെല്ലിൻ്റെ സെൻറ്ററിലായിരിക്കും വരുന്നത്. അതാണ് മേർജ് ആൻഡ് സെൻറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് പറഞ്ഞു, ഫോണ്ട് പറഞ്ഞു, അലൈൻമെൻറ്റ് പറഞ്ഞു. അപ്പോൾ അലൈൻമെൻറ്റിൽ വരുന്ന ഏതൊക്കെയാണ്, ടോപ്പ് അലൈൻ ഉണ്ട്, ബോട്ടം അലൈൻ ഉണ്ട്, മിഡിൽ അലൈൻ ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ തന്നെ സെൻറ്റർ അലൈൻമെൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഓറിയൻറ്റേഷനാണ്, അതുപോലെ തന്നെ ഇൻഡൻറ്റ്, ഡിക്രീസ് ഇൻഡൻറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻഡൻറ്റ് പറഞ്ഞു. പിന്നെ അതിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് മെർജ് ആൻഡ് സെൻറ്ററും ഉണ്ട്, റാപ്പ് ടെക്സ്റ്റ് ഫീച്ചറും ഉണ്ട്. ഈ റാപ്പ് ടെക്സ്റ്റ് ഫീച്ചറൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പറാണ്. നമ്പറിനകത്ത് വരുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറലാണ്. ഇതാണ് നമ്പർ ഫോർമാറ്റ്. ഏതൊക്കെ ഫോർമാറ്റിലുള്ള നമ്പേഴ്സ് നമുക്ക് അല്ലെങ്കിൽ ഡേറ്റാസ് നമുക്ക് നമ്മുടെ എക്സലിനകത്ത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്പർ ഫോർമാറ്റിൽ വരുന്നത്. ഇപ്പം ഏതൊക്കെ ഓപ്ഷൻ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ നമ്പർ ഫോർമാറ്റിൽ ഇല്ലാത്തത് ഏതാണ്, ഉള്ളത് 2-3 ഇല്ലാത്തത് തന്നിട്ട് ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്പർ ഫോർമാറ്റിൽ വരുന്ന ഏതൊക്കെയാണ്, നമ്പർ ഉണ്ട്, കറൻസി ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, ഷോർട്ട് ഡേറ്റ് ഉണ്ട്, ലോങ് ഡേറ്റ് ഉണ്ട്, ടൈം, പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, സയൻറ്റിഫിക്, ടെക്സ്റ്റ്. ഇത്രയുമാണ് നമ്പർ ഫോർമാറ്റിൽ വരുന്നത്. അത് മറന്നു പോകരുത് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളതെന്നുള്ളത്. പിന്നെ നമുക്ക് അക്കൗണ്ടിങ് നമ്പർ ഫോർമാറ്റിൽ കൊടുക്കാം, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഫോർമാറ്റ് ഇതിലെല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഫോർമാറ്റ് ഡയലോഗ് ബോക്സ് എടുക്കാം. ഡയലോഗ് ബോക്സ് എടുത്തിട്ട് അവിടെ നമുക്ക് വേണമെങ്കിലും ഈ ഫോർമാറ്റിൽ ഏതെങ്കിലും ഫോർമാറ്റ് പ്ലേസ് ചെയ്യാം. ഏതൊക്കെയാണ്, ജനറൽ ഉണ്ട്, നമ്പർ ഉണ്ട്, കറൻസി, അക്കൗണ്ടിങ്, ഡേറ്റ്, ടൈം, പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, സയൻറ്റിഫിക്, ടെക്സ്റ്റ്, സ്പെഷ്യൽ ആൻഡ് കസ്റ്റം. ഇത്രയും ഓപ്ഷനാണ് നമ്പർ ഫോർമാറ്റിൽ വരുന്നത്.
അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക് പറഞ്ഞു, ഫോണ്ട് പറഞ്ഞു, അലൈൻമെൻറ്റ് പറഞ്ഞു, നമ്പർ പറഞ്ഞു. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്